ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ഒരു സീറ്റ് എടുക്കണം. ആ എടുത്തു. പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ തിരുമേനി ഒരു ചെറിയ സഹായം. എന്താ? ഇതില് ജന്മിയായിട്ടൊന്ന് നിന്നു തരാമോ? ഡയലോഗില്ല, പിൻപാട്ടാ. ഏയ് ഞാനില്ല. അതെന്താടോ? ജന്മിയായിട്ട് വേഷം കെട്ടാൻ തന്നെ പോലെ വേറെ ആള് ഈ ദേശത്തില്ല. ഉണ്ട്. തന്റെ അച്ഛൻ അറുമുഖം മുതലാളി. കൊറ്റിനരിയില്ലാത്ത നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗശത്രുക്കളാണ്. അയ്യോ, ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. വിപ്ലവമാവും ഉദ്ദേശം. ഇടോ 10 സ്റ്റാൻഡേർഡ് ഏക്കറിൽ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും. ആയിരക്കണക്കിന് ഏക്കർ റബ്ബറും ചായയും കാപ്പിത്തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഷണ്ടന്മാർ ശിങ്കിടി പാടും. അക്കാര്യത്തിൽ ഇടതും വലതും നടുവും ഒക്കെ ഒരുവലല്ലേ? ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ പഴയ തീമാണിടവും. ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാ. തിരുമേനി ചൂടാവാതെ. ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ വെറുതെ. പണ്ടത്തെ പോലെ പാട്ടും കളിക്കുമൊന്നും എനിക്കിപ്പോ സമയമില്ല, മനസ്സുമില്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇനി എന്നാ മടങ്ങ? ഒരാഴ്ചക്കുള്ളില്. എറണാകുളത്ത് ചില്ലറ പണിയുണ്ട്, പോയിട്ട് വരട്ടെ. ആ, നീ പതിവായിട്ട് കഴിക്കാറുള്ള ആ മരുന്ന് കഴിക്കലും മുടക്കണ്ട. ഉണ്ണേട്ടൻ കഴിച്ചില്ലേ കാപ്പി? എങ്ങനെയാ കഴിക്ക? പാലൊഴിക്കാണ്ട്. ഞാൻ ഇറങ്ങേ. പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ? അവിടത്തെ സ്ഥിതി മോശമാ. ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല, ഇലക്ട്രീഷ്യനാ. എന്നാലും കുടുംബത്തിൽ ഇല്ലായ്മ കണ്ടറിഞ്ഞെന്നോളും, അതൊരു ഭാഗ്യം. കൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലവോ? ചതുരകം ആവാലോ അല്ലേ? ഏയ്, അതെന്താ? ഊണും ഉറക്കവും ഇല്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കള് കരുനീക്കാറുണ്ടായിരുന്നു. ഊണും ഉറക്കില്ലായ്മയും ഇപ്പോഴും അവിടെയുണ്ട്. ആരും കരു നീക്കാറില്ല. അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങിപ്പോന്നപ്പോ എന്നോടും പിണക്കാന്ന് കരുതി. എനിക്കാരോടും പിണക്കമില്ല ശ്രുതി. ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെ. വലിയ ഇല്ലത്തിന്റെ കാര്യം എന്തായി? കേസ് വാദിച്ച് അവധി വാങ്ങിക്കും. അതിന്മേ 10-20,000 രൂപ കടമുണ്ടെന്ന് പറയണ കേട്ടു അച്ഛൻ. എങ്ങനെയാ കൊടുക്കുക? ഞാനുണ്ടാക്കും എങ്ങനെയെങ്കിലും. മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല ദേവേട്ട. എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, സമ്മതിക്കില്ല. അല്ലെങ്കിൽ എല്ലാം വിട്ടു പോരണം, അതേ വഴിയുള്ളൂ. അശ്വതി, അരുത്. ഒരു വലിയ ഭാരം ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട്. അച്ഛൻ, അമ്മ, പെങ്ങന്മാർ. അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട. ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വയ്ക്കുള്ളൂ. നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങൾ കരുതിയത്. ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും വാങ്ങിട്ട് വന്നിരുന്നെങ്കില് അത്താഴം ഒരു കൂട്ടം ആക്കായിരുന്നു. കൈ കാശ് വേണ്ടേ? പലചരക്കടക്കാരൻ ഇനി കടം തരില്ല. നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഇവിടെയുള്ളൊരു കാര്യം പോട്ടെ, അപ്പനും കൂടി ഉള്ളതല്ലേ, എങ്ങനെയാ അത്താഴപ്പട്ടിണി ഇടുക? അപ്പനെ കണ്ടില്ലല്ലോ. ഇവിടെ നിന്ന് മുഷിഞ്ഞിട്ടാവും പുറത്തേക്ക് ഇറങ്ങിയത്. ആ, ഇനിയിപ്പൊ കേറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളം ഒന്നും ഉണ്ടാകണ്ട. നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണ്ട. എന്താ മോനെ നീ കഥയ്ക്കുന്ന? എവിടുന്നാ ഇങ്ങനെ കൊലയോടെ? അന്വേഷിക്കണ്ട,
വെട്ടിയരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ. ആരും അത്താഴപ്പട്ടിണി ഇറക്കണ്ട. അമ്പ്രാ ദേവാ, വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടത് അമ്പ്രാ. ആ കൊല തന്നാല് ഇരു ചെവി അറിയാതെ അടിയൻ കൊണ്ടുപോക്കളാതെ അമ്പ്രാ. ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും. 5-8 ക്രാങ്ങളുള്ളതാ കുടിയില്. ദേവാ, നീ ഇത് ചെയ്തു അല്ലേ? നീ മോഷിച്ചു അല്ലേ? അച്ഛാ, തുടരുതല്ലേ? അന്തസ് വിറ്റ് ഇന്നലെ തീരുന്ന പട്ടിണി ഈ കുടുംബത്തിലില്ലടോ. നടക്ക്. അയ്യോ തമ്പ്രാ, അടിയൻ വേണ്ട, ഇതെന്റെ മകൻ ചെയ്ത പാവമാണ്. ഞാൻ തന്നെ പേറണം. ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്ന് ആ വാഴക്കുല നട്ടപ്പോൾ മലയെപ്പോലെ ഞാൻ ആലോചിച്ചില്ല. നമ്പൂതിരി ജന്മത്വത്തിന്റെ കരാള ഹസ്തങ്ങൾ ആ പഴക്കുല വെട്ടി മനയിൽ കൊണ്ടുപോകുമെന്ന്. തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നായിരുന്നു. പ്രസിഡന്റിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. എടോ നമ്പൂതിരി, താനീ അമ്പലത്തിലെ ആരാ? ഞാൻ കീഴ്ശാന്തി. നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിനും എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു. സാർ, അത് ഞാൻ... നിങ്ങളുടെ ചുവരെഴുത്തും വാറോലിയും ഞാൻ കണ്ടു. ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ കൂവി വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ കൂട്ടത്തിലൊന്നും ഞാനില്ല സാർ. ഛേ, മുഖത്തു നോക്കി കളവ് പറയുന്നു. പ്രകടനത്തിലും യോഗത്തിലും താൻ പങ്കെടുത്തത് കണ്ടവരുണ്ട്. ഇവിടത്തെ എച്ചിൽ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കം ചെയ്യാം. എടാ, നിന്നെ ഞാൻ കണ്ടോളാം. നിങ്ങൾ എന്തിനാ കരയണേ? ഏട്ടന് വല്ലതും പറ്റിയോ? എന്തു പറ്റാൻ? ആളുകൾ ഇവിടെ വന്ന് പലതും പറഞ്ഞു. ഏട്ടൻ തല്ലുകൂടിയെന്നും. ഒന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ കാണുന്നില്ല എന്നെ? അത്രക്കുട്ടി, മോള് കരയാതെ. ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളൂ. നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത്? അവരൊക്കെ വലിയ അളവല്ലേ. എന്ന് വെച്ച് മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചാ കേട്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ആണത്വമില്ലാത്ത നാണം കെട്ടവനല്ല ഞാൻ. ആവശ്യമില്ലാതെ വഴക്കിന് പോയിട്ട് ആർക്കാ ലാഭം? ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞില്ലേ? പോട്ടെ, കാലത്തും വൈകിട്ടും പോയി നീതിച്ച മാസം കിട്ടുന്ന ശമ്പളം 75 രൂപയാ. അറിയോ? ചോര നീരാക്കി ചന്ദനം അരച്ചുരുട്ടിയാ കിട്ടുന്ന 3 രൂപ. കൂറില്ല. ദക്ഷിണ മേൽശാന്തിക്കേ ഉള്ളൂ. വരായിക കുറഞ്ഞാലും ഒരു ജോലിയായിരുന്നില്ലേ? ഇനി എന്തോ ചെയ്യും? ഇതുവരെ ബ്രാഹ്മണ്യത്തിൽ അഭിമാനിച്ചിരുന്നവനാ ഞാൻ. അതിന് വിലയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. സത്യവും ധർമ്മവുമല്ല പണമാ വലുത്. അത് ഞാൻ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും, എന്ത് ജോലി ചെയ്തെങ്കിലും. എന്താ സാർ? എന്റെ മോനെ ഞാൻ എടുത്തില്ല സാർ. എന്റെ ഉള്ളിൽ തന്നെ. എന്താ എന്താ ഇത്? കൊച്ചു തിരുമേനി അമ്പലത്തിലെ തിരുവാഭരണം കട്ടുന്ന്. സമയദോഷം അല്ലാണ്ട് എന്ത് പറയാനാ? നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ദൈവത്തിന്റെ മുതൽ ആര് കേട്ടാലും വിടില്ല. എന്തിനാ ബഹളം വെക്കണേ? പുറത്തു കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കാണാലോ. പണ്ട് അടിയാന്റെ ചോര കുടിച്ച് മതിച്ച നിങ്ങൾക്കിപ്പോ തടി നിങ്ങൾ ജീവിക്കാൻ കക്കണമല്ലേ? പക്ഷേ ദൈവത്തിന് വേണ്ട. മുന്നിൽ നോക്ക്, അടുക്കളയിൽ നോക്ക്, ആ മേശയിൽ അളമാരയിൽ നോക്ക്.